ഹായ്, ഇന്ത്യൻ ഹോട്ടൽസിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. താജിന്റെ ഏകദേശം 12% ആണ് അവരുടെ റവന്യൂ ഗ്രോത്ത്. പ്രോഫിറ്റ് ഗ്രോത്ത് 15% ആണ്. സോ കമ്പനിയുടെ കഴിഞ്ഞ ക്വാർട്ടേഴ്സ് ഒക്കെ നോക്കിയാൽ ഏകദേശം 30% അടുത്ത് റവന്യൂ ഗ്രോത്ത് തന്നിരുന്ന ഒരു കമ്പനിയാണ്. പക്ഷേ സഡൻ ആയിട്ട് ഈ ക്വാർട്ടറിൽ 12% അവരുടെ റവന്യൂ ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട്. മാനേജ്മെന്റ് അതിന് പറയുന്നത് അവരുടെ കുറച്ച് റിനോവേഷൻ വർക്കുകളൊക്കെ അവരുടെ മെയിൻ ഹോട്ടൽസിൽ നടക്കുന്നുണ്ടായിരുന്നു, മുംബൈയിലെ അടക്കം. സോ അതിൻ്റെതായിട്ടുള്ള ഒരു കുറവ് അവരുടെ റവന്യൂവിൽ അതിൽ നിന്നായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ അത് കമ്പനിയിൽ ആളുകൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഈ 25-30% മുകളിലാണ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്തിരുന്നത്. സോ അത് വെച്ച് നോക്കുമ്പോഴത്തേന് മാർക്കറ്റിൽ ആൾക്കാർക്ക് ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. പക്ഷേ മാനേജ്മെന്റിന്റെ സൈഡിൽ നോക്കിയാൽ അവരെപ്പോഴും ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് മാത്രമാണ് കമ്പനിക്ക് പറഞ്ഞിരുന്നത്. ഇപ്പോഴും അവരത് തന്നെയാണ് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക്. സോ അത് കമ്പനി അച്ചീവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിലും അച്ചീവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 29-30% ഉണ്ടായിരുന്നു അവരുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത രീതിയിലല്ല കമ്പനിയുടെ റിസൾട്ട് വന്നിരിക്കുന്നത്. മാനേജ്മെന്റ് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് പറയുന്നതെങ്കിലും കമ്പനിയുടെ പാസ്റ്റ് പെർഫോമൻസ് വെച്ചിട്ട് ആളുകൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഈ 30% അടുത്തുള്ള റവന്യൂ ഗ്രോത്ത് ആണ്. സോ ഞാനും എൻ്റെ പൊസിഷൻ ഉണ്ടായിരുന്നു കമ്പനിയിൽ, ഞാൻ എൻ്റെ പൊസിഷൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ കമ്പനിയുടെ റിസൾട്ട് അത്ര ഇംപ്രസീവ് ആയിട്ട് തോന്നുന്നില്ല. സോ അടുത്ത ക്വാർട്ടേഴ്സ് ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവർ വീണ്ടും തിരിച്ച് ആ 30% ഗ്രോത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു എന്ന് നമുക്കറിയാനായിട്ട്. എന്തായാലും നമുക്ക് അടുത്തൊരു കമ്പനിയുടെ റിസൾട്ടുമായിട്ട് കാണാം.